ഹലോ കൂട്ടുകാരെ, ഇന്ന് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മിറർ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. കാരണം ഇതൊരു ചാനലിൻ്റെ മെസ്സേജ് ആണെന്ന് തോന്നുന്നു. മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എനിക്കിത് ഈ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഇടാനായിട്ടുള്ള ഒരു ചാനലിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ റെസൊനേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് യൂട്യൂബ് ചാനലിൻ്റെ ആ ഡീറ്റെയിൽസ് തുറന്നപ്പോഴത്തേക്ക് ഒരു കമൻറ്റ് കണ്ടിരുന്നു. ഒത്തിരി ഫിയറാണ് എനിക്ക്. ആ ഫിയറിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ടുള്ള മെഡിറ്റേഷൻസ് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കൺഫർമേഷൻ ആണെന്ന്. അപ്പോൾ മിറർ എക്സസൈസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങളൊക്കെയും കേട്ടിട്ടുണ്ടായിരിക്കാം, ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, മിറർ എക്സസൈസ് അറിയാൻ വയ്യാത്തവർക്ക് അതിനെക്കുറിച്ച് ഞാൻ ലോങ് ബാക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോനെയും ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. എന്തുകൊണ്ടാണ് മിറർ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ട്വിൻ ഫ്ലെയിം ജേർണീനെ കുറിച്ച് പെർട്ടിക്കുലർലി ആണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. മറ്റു പല ജേർണികളിലും അവരുടെ ആ ഒരു ഇന്നർ വോയിസിനെ കേൾക്കാനാണ്, അല്ലെങ്കിൽ ഇന്നർ സെൽഫിലേക്ക് എത്താനാണ് ഈ ഒരു ജേർണിയെങ്കിലും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ അതൊരു ഹൈലി സ്പിരിച്വൽ ജേർണിയാണ്. രണ്ട് ബോഡീസിലുള്ള ഒരു സോളിൻ്റെ ജേർണിയാണ്. അപ്പോൾ ആ രണ്ട് ബോഡീസിലുള്ള പലതരത്തിലുള്ള ഇമോഷൻസിനെ, ഫീലിങ്സിനെ, പലതരത്തിലുള്ള വൂൺസിനെ, പല ജന്മങ്ങളായിട്ട് വന്നിട്ടുള്ള ഈ കാര്യങ്ങളെയൊക്കെയും ഹീൽ ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എനർജി പിക്ക് ചെയ്യും. അതായത് ആ രണ്ട് ബോഡീസിലുള്ള ഫെമിനൈൻ എനർജിയും മസ്കുലൈൻ എനർജിയും അവരുടെ വൂൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്യുകയും ചെയ്യും, മിറർ ചെയ്യുകയും ചെയ്യും, ആൻഡ് പിക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ വൂൺസിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തപ്പെടുന്നത്, അല്ലെങ്കിൽ ബ്ലോക്കേജസിനെ നമുക്ക് എങ്ങനെ അറിയാം? അതിനൊറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ ഫീൽ ആകുക എന്നുള്ളതാണ്. ഫീലിങ്സിനെ ഫീൽ ആകുക എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് ട്രിഗർ വന്നു, അല്ലെങ്കിൽ എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നെ ട്രിഗർ ചെയ്തു എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മീനിങ് അവിടെ ആ ഒരു ഫീലിങ്സിൽ എൻ്റെ ഉള്ളിൽ ആ ഒരു വൂണ്ട് ഉണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കേജ് ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിയർ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. എന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സൽ ലോയിൻ്റെ ഒരു സയൻറ്റിഫിക്കായിട്ടും നമുക്ക് പല ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. എവറിത്തിങ് ഈസ് എനർജിയാണ്. ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വാണ്ടം ഫിസിക്സിലും മെറ്റാഫിസിക്സിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം, വാട്ട് ഈസ് ഇൻസൈഡ് യു റിഫ്ലെക്ട്സ് ഔട്ട്സൈഡ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു എനർജി എന്താണോ അതായിരിക്കും വെളിയിൽ റിഫ്ലക്റ്റ് ആവുന്നത് നിങ്ങളുടെ ഔട്ടർ റിയാലിറ്റിയിൽ. അപ്പോൾ ആ മിറർ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തു നിന്ന് കിട്ടിയ ഒരു പെയിൻ ആവാം. ഇങ്ങനെ പല പല തരത്തിൽ നമ്മൾക്ക് അവേക്കനിങ്ങിൽ വരുമ്പോൾ നമ്മളുടെ ഇമോഷൻസിലൂടെ പെയിൻ വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ പെയിൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഓപ്പോസിറ്റിൽ നിൽക്കുന്നവർ നമ്മളുടെ ശത്രുക്കളല്ല ഒരിക്കലും, അല്ലേ? അവർക്ക് കാർമിക്കെന്നുള്ള ഒരു ലേബൽ കൊടുത്താൽ പോലും അവർ നമ്മളുടെ ലൈഫിലേക്ക് സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് വന്ന ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനെ നമുക്ക് എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പെയിൻ എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ. അതിനായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഹെൽപ്ഫുള്ള് മിറർ എക്സസൈസ് തന്നെയാണ്. കാരണം യൂഷ്വലി നമ്മളിത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രിഗർ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മേ ബി നമ്മളൊരു ആരോടെങ്കിലും സംസാരിക്കും, മേ ബി നമ്മൾ ഒന്ന് വാക്കിങ്ങിന് പോവും, നമ്മൾ ഒരു മന്ത്രങ്ങൾ എന്തെങ്കിലും ജപിക്കും, യോഗ ചെയ്യും. ഇതൊക്കെയും നമ്മളെ ഹെൽപ്പ് ചെയ്യും സ്പിരിച്വാലിറ്റിയിൽ. മെഡിറ്റേഷൻസ് ചെയ്യുന്നതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷേ എന്നാണോ നമ്മൾ നമ്മളുടെ ഫീലിങ്സിലേക്ക് കണക്റ്റായി ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനെ നമുക്ക് ഹീൽ ചെയ്യാൻ അറിയാൻ വയ്യാതെ, അല്ലെങ്കിൽ ഹീൽ ചെയ്യാണ്ടങ്ങ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്ന, അതായത് ഓക്കെ ഈ പെയിൻ വന്നു, ഞാൻ ഈ മന്ത്രം ജപിച്ചാൽ എനിക്ക് ഇച്ചിരി പീസ് ഓഫ് മൈൻഡ് കിട്ടും. യെസ്, ഓഫ് കോഴ്സ്, മന്ത്രജപങ്ങളോ അല്ലെങ്കിൽ യോഗയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ റിലേറ്റഡ് ടു ദ ഇന്നർ വർക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്.
പക്ഷേ ഇവിടെ ഒരു തരത്തിൽ അത് സ്പിരിച്വൽ ബൈപ്പാസിങ്ങും എന്നും പറയാം. അതായത് നമ്മൾ ആ ഇമോഷൻസിലേക്ക് കണക്റ്റ് ആയിട്ടില്ല, അവിടെ നമ്മൾ ബൈപ്പാസ് ചെയ്യുകയാണ്. ഇതിനെ ഞാൻ ഈ ഒരു സംഭവത്തിലൂടെ ഞാൻ ഓവർകം ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത്. പക്ഷേ അത് ഉള്ളിൽ ഓൾറെഡി കിടപ്പുണ്ടായിരിക്കും ആ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി. അതിനെ നമുക്ക് റിലീസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ അതിനായിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മിറർ എക്സസൈസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, മിറർ എക്സസൈസ് മാത്രം ചെയ്താൽ മതിയല്ലോ, മറ്റുള്ള കാര്യങ്ങൾ ഇന്നർ വർക്കിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? മിറർ എക്സസൈസ് ചെയ്യുമ്പം എക്സ്ട്രീംലി നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഫേസ് ചെയ്യാത്ത നമ്മളുടെ റിയാലിറ്റി, നമ്മളുടെ ട്രൂത്തിനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഫേസ് ചെയ്യുമ്പോൾ എനർജീനെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വരുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് പിന്നെയും നമ്മൾ ആ ഒരു ഷാഡോ സെൽഫിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ച് ഇനിയൊരു വീഡിയോ ചെയ്യാം. അതായത് ഷാഡോ വർക്ക് എന്താണ്, ലൈറ്റ് വർക്ക് എന്താണ്, എപ്പോഴും നമ്മളൊരു ഹയർ വൈബ്രേഷനിൽ നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പാസ്റ്റിൽ നടന്ന ഒരു കാര്യം, ഒരു ട്രോമയിലേക്ക് നമ്മൾ എത്തപ്പെട്ടു, നമ്മളവിടെ ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. അതിൻ്റെ ഹീൽ ചെയ്യുമ്പം വരുന്ന ഇമോഷൻസിനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്തു. പിന്നെയും നമ്മളുടെ ഉള്ളിൽ ആ നമ്മളുടെ ഒരു ശക്തിയിലേക്ക് എത്താനായിട്ട് നമുക്ക് ഈ മന്ത്രജപങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, വാക്കിംഗ് ആവാം, നേച്ചറിലേക്ക് പോകുമ്പോൾ ആകാം, എനർജി റിലീസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ എനർജീനെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനർജറ്റിക് ഫീൽഡിലുള്ള ആ ഒരു എനർജീനെ ഹയർ ഫ്രീക്വൻസിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് മറ്റുള്ള ഇന്നർ വർക്കുകളൊക്കെയും നമുക്ക് ഹെൽപ്ഫുള്ളാവും. എന്നാൽ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ട്രൂത്ത് അല്ലാത്ത ഇമോഷൻസിനെ, ഫീലിങ്സിനെ നമ്മൾ ഫീലായേ പറ്റത്തുള്ളൂ, നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ് അവിടെ നമ്മൾ അൺകണ്ടീഷണൽ ലവ് നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. സോ ഇതിന് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ഈ ജേർണിയിൽ മിറർ എക്സസൈസ് ആണ്. ഒരു 10 to 20 minutes മാക്സിമം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. അതായത് ഇപ്പോൾ എനിക്കൊരു ഇമോഷൻ വന്നു, അതായത് ഇപ്പോൾ എനിക്കൊരു പെയിൻ വന്നു എന്ന് വിചാരിക്കുക, ഒരു 20 minutes നമ്മൾ മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സമയം എടുത്തിട്ടെന്ന് വെച്ചാൽ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സമയം അതേ ദിവസം ആ ഒരു കാര്യത്തിലേക്ക് കണക്റ്റായിട്ട് ആ ഒരു ഇന്നർ സെൽഫിനെ, ആ ഒരു ലോവർ സെൽഫിനെ ഹീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കോറിലേക്ക് കണക്ട് ചെയ്ത് ഹീൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുമ്പം പോകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ട്വിൻ ഫ്ലെയിം ജേർണിയിലും നമുക്ക് ഫ്രീ വില്ലുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് എല്ലായ്പ്പോഴും പറയുന്നതാണ്, ഫ്രീ വിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒന്നുകിൽ ഹീലാവുക അല്ലെങ്കിൽ പെയിനിൽ തന്നെ ഇരിക്കുക. ഹീലിംഗ് ചൂസ് ചെയ്യുമ്പം നിങ്ങളുടെ ലൈഫിൽ അത്രയ്ക്കധികം ബ്ലെസ്സിങ്സ് ആയിരിക്കും വരുന്നത്. അതിപ്പം നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് ആവശ്യമില്ല. അതായത് ഇനീഷ്യൽ സ്റ്റേജിലാണ് ഞാൻ, മിഡിൽ സ്റ്റേജിലാണ് ഞാൻ, ഹീലിംഗ് പൂർത്തിയായി. ഓഫ് കോഴ്സ് നമ്മുടെ ഹീലിംഗ് നമ്മളുടെ ലാസ്റ്റ് ബ്രെത്ത് വരെയും പൂർത്തിയാവാറില്ല, അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പം ഈ ഹീൽഡ് എനർജീനെ ബാലൻസ് ചെയ്യാനാണ് നമ്മളൊക്കെയും പഠിക്കുന്നത്. അപ്പോൾ അതായത് ആ അവെയർനെസ്സിൽ ഇരിക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിലാണോ, കുറച്ച് മുമ്പോട്ട് പോയോ, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ, സോൾ പർപ്പസ് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും അല്ല. നിങ്ങൾ എവിടെയാണെങ്കിലും, ഇന്നിപ്പം പേർജിങ്ങിൻ്റെ ഒരു ഫേസിലാണെങ്കിൽ പോലും നിങ്ങൾ ഉള്ളത് കറക്റ്റായിട്ടുള്ള ഒരു പ്ലേസിലാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ചോയ്സ് മാറ്ററാണ്. അതായത് ഞാൻ ഹീലാവണം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജേർണിയിൽ എന്നെ ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്ന് നിങ്ങൾ എന്നാണോ ആ ഒരു ചോയ്സ് എന്നും എടുക്കുമ്പോൾ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ആ ഒരു ഹീലിംഗ് ജേർണീനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ. അതിലൂടെ നിങ്ങൾക്ക് വരുന്ന ട്രിഗേഴ്സിനെ പലപ്പോഴും ഈസി അല്ലായിരിക്കാം ഹാൻഡിൽ ചെയ്യുന്നത്, ഈസി അല്ലായിരിക്കാം ഹീൽ ചെയ്യുന്നത്. ഈ എല്ലാവരും പറയും ക്രൈ ഡേയ്സ് എന്നൊക്കെ പറയും, വളരെ ഇപ്പം അഡ്വാൻസ് ആയിട്ട് സ്പിരിച്വാലിറ്റിയിൽ. അതായത് ഈ പേർജിങ് നടക്കുന്ന സമയത്തെയാണ് ക്രൈ ഡേയ്സ് എന്ന് പറയുന്നതെന്ന് റീസെൻ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതൊക്കെയും എല്ലാ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ലൈഫിൽ ഉള്ളതാണ്, ട്വിൻ ഫ്ലെയിംസ് മാത്രമല്ല. ട്വിൻ ഫ്ലെയിംസിന് ഇൻറ്റൻസ് ആയിട്ടുള്ള പേർജിങ് ആയതുകൊണ്ടാണ് മേ ബി ഒരു മാസത്തിൽ ഒരു 10 ദിവസം നമ്മൾ ഹീലിങ്ങിലായിരിക്കും, പേർജിങ്ങിലായിരിക്കും. അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെയൊക്കെയും നിങ്ങൾ മിറർ എക്സസൈസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ
നിങ്ങളുടെ ഹീലിങ്ങിൽ അതൊരു അത്രയ്ക്കൊരു ക്വാണ്ടം ജമ്പ് എന്നൊക്കെ പറയും. നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് ഹീൽ ചെയ്തുകൊണ്ട് നമ്മളുടെ ഹീലിംഗ് ജേർണിയിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളാണെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ഒക്ടോബർ 10 തൊട്ട് ആകാശിക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ് സ്റ്റാർട്ടാവുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോൾസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ഹീലിംഗ് സെഷൻസിന്, ഡിഫറെൻറ്റ് ഹീലിംഗ് മൊഡാലിറ്റീസിന്, കൗൺസിലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്ങിന്, ടാരോ റീഡിങ്സിന്, റേക്കി ഹീലിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.